പ്രിയപ്പെട്ടവരെ, കരീം മൈത്രിയാണ്. മാണിക്കോത്ത് മടിയനിലെ ബദർ നഗറിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ബദർ നഗർ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട് തന്നെയാണ്, ഞങ്ങളുടെ പ്രദേശമാണ്. ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച ബദർ നഗർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ന് 27 രാവിലെ മാണിക്കോത്ത് ജുമാ മസ്ജിദിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്തവർക്ക് അത്താഴ വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. നമ്മളെ ബദർ നഗർ കൂട്ടായ്മയാണ് ഈ ഒരു അത്താഴ വിരുന്ന് ഒരുക്കിയത്. അപ്പോൾ അതിൻ്റെ കലവറയിലാണുള്ളത്, പാചകപ്പുരയിലാണ് നമ്മളുള്ളത്. എന്തായാലും ബദർ നഗർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച ഒരു കൂട്ടായ്മയാണ്. നേരത്തെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച്, അതുപോലെ തന്നെ മാണിക്കോത്ത് ജുമാ മസ്ജിദിൽ ഇതിനു മുമ്പും അത്താഴ വിരുന്ന് ഒരുക്കിയ ഒരു കൂട്ടായ്മയാണ്. എന്തായാലും ഈ ഒരു അത്താഴ വിരുന്ന് ഒരുക്കുന്ന നമ്മൾ ഈ ഒരു പാചകപ്പുരയിൽ നമ്മളെല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിച്ച യുവാക്കളാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. വിദേശത്തുള്ള ഒരുപാട് ആളുകളുടെ സഹായ സഹകരണം കൊണ്ടാണ് നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ഇപ്പോഴും ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നത്. പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പ്രത്യേക പ്രാർത്ഥനയും ഉണ്ട്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമമുള്ളൊരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക പ്രാർത്ഥന. പ്രവാസികളാണ് നമ്മുടെ നട്ടെല്ല്. എന്തായാലും ഈ ഒരു പാചകപ്പുരയിലുള്ളത്, ഈ പാചകം നമ്മുടെ ഒരുക്കിയിട്ടുള്ളത് റിയാസ് ചിത്താരിയാണ്. ഇപ്പോൾ ഇതാ നല്ല ഇറച്ചിക്കറി, ഇപ്പം പള്ളിയിറച്ചിക്കറി നല്ല ഇറച്ചിക്കറിയൊക്കെ റെഡിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പിറകുവശം നെയ്ച്ചോറൊക്കെ റെഡിയായിട്ടുണ്ട്. എന്തായാലും ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ ഭക്ഷണ വിതരണം നടക്കും. നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ, എന്തായാലും അബ്ദുറഹ്മാൻ, എന്താണ് പ്രവാസികളെ കുറിച്ച്, ഇതിന് സഹായിച്ചവരെ കുറിച്ചും പറയാനുള്ളത്? പ്രവാസികളെ കുറിച്ച് പറയാനുള്ളത്, ഞങ്ങളൊരു ആവശ്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ അത്താഴ വിരുന്ന് ഒരുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, അബ്ദുറഹ്മാനടക്കം പ്രവാസിയാണ്. പക്ഷേ ഞങ്ങളുടെ ഉള്ളതാണ്. എന്താണ് അവരോട് ആവശ്യക്കാരോട് പറയുമ്പോൾ അവർ അകമഴിഞ്ഞ് സഹകരിച്ചിട്ടുണ്ട്. അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. പിന്നെ എന്തായാലും എല്ലാ നല്ല കാര്യങ്ങളെല്ലാം എന്ത് പറഞ്ഞാലും അവർ ഏത് കാര്യങ്ങൾ പറഞ്ഞാലും സഹകരിക്കാറുണ്ട് എപ്പോഴും. പക്ഷേ ഇനിയും അള്ളാഹു അവർക്ക് ഖൈറ് പ്രദാനം ചെയ്യട്ടെ. ഓക്കെ, നമ്മുടെ ആസിഫ് ബദർ നഗർ എന്താണ് പറയാനുള്ളത്? എന്താണ് ആസിഫ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സമയമില്ല, ഇപ്പോൾ ക്യാമറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ റമദാൻ മാസത്തിലെ അവസാനത്തെ 10ലാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് 27 കാരണം വെച്ചെങ്കിൽ നമ്മുടെ റമദാൻ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു നോമ്പ് 27 എന്ന് പറയുമ്പോൾ പുണ്യം കാണുന്ന ഒരു ദിവസം കൂടിയാണ്. ഒരുപാട് തൗബ ചെയ്ത് മടങ്ങേണ്ട ഒരു അവസരം കൂടിയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ കൂടുതലൊന്നും പറയില്ല. ഇത് നമ്മുടെ നാട്ടിലത്തെ ഈ കൂട്ടായ്മയുടെ പ്രവർത്തകരായാലും നമ്മുടെ പ്രവാസി പ്രവർത്തകരായാലും ഒരുപാട് അകമറിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഹൈറും ബർക്കത്തും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയിലുണ്ടാവും. ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഇതെല്ലാം മെമ്പർമാർ തന്നെ എല്ലാവരും ഇതിന് വളരെ മുമ്പ് തന്നെ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു മികവും കൂടിയാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് അത്താഴ വിരുന്നായിട്ട് ഇപ്പം ഇവിടുന്ന് പള്ളിയിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഈ ഒരു ഭക്ഷണം പള്ളിയിലേക്ക് എത്തിക്കും. ബദർ നഗർ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് എന്താ പറഞ്ഞാൽ, നേരത്തെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച ഒരു കൂട്ടായ്മയാണ്. മാണിക്കോത്ത് മിഫ്താഹുൽ ഉലൂം മദ്രസ, അങ്ങനെ മദ്രസകളൊക്കെ തുറക്കുന്ന സമയത്ത് കുട്ടികൾക്ക്, പിന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ബാഗ്, അതുപോലെ തന്നെ മറ്റു പഠനോപകരണങ്ങളൊക്കെ വിതരണം ചെയ്ത ഒരു കൂട്ടായ്മയാണ്. പ്രത്യേകിച്ചിട്ട് അത് പറയേണ്ട ആവശ്യമില്ല, പല ആളുകൾക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ഇതിനു മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ചെയ്തൊരു കൂട്ടായ്മയാണ് ബദർ നഗർ കൂട്ടായ്മ, മാണിക്കോത്ത് മടിയനിലെ ഒരു കൂട്ടായ്മയാണ്. എന്തായാലും ഈ കൂട്ടായ്മയുടെ ഈ ഒരു പ്രവർത്തനം എന്തുകൊണ്ടും നല്ല രീതിയിൽ അതിനെ അഭിനന്ദിച്ചാൽ മതിയാകും. അവർക്ക് എല്ലാവർക്കും ഇതിനു വേണ്ടി പ്രവർത്തിച്ച യുവാക്കളാണ്. ഇപ്പം പേര് പറയണമെങ്കിൽ എല്ലാവരുടെയും പേര് എനിക്ക് അറിയാൻ പറ്റും. എന്നാലും പേര് പറയുമ്പോൾ ചിലപ്പോൾ വീഡിയോ ദൈർഘിക്കണ്ട എന്ന് പറയുന്നത്. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പാചകക്കാരൻ റിയാസിനൊന്ന് വിളിക്കോ? റിയാസ് ഒന്ന് വാങ്ങിക്കോട്ട്. അത് നമ്മളെ റിയാസിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ റിയാസിനൊന്ന് കാണിക്കാം. റിയാസാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കിയത്. ഇപ്പോൾ റിയാസ് നേരത്തെ പ്രവാസിയായിരുന്നു. നേരത്തെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ മടിയനിലെ അഷ്റഫ് പറഞ്ഞാൽ നിങ്ങൾക്കറിയും, ബദർ നഗറിലെ അഷ്റഫിൻ്റെ കൂടെ പാചകം ചെയ്തുകൊണ്ടിരുന്ന റിയാസ്, കുറ്റ്യാടി മുഹമ്മച്ചാൻ്റെ ശിഷ്യന്മാരായിട്ടാണ് അഷ്റഫും അതുപോലെ തന്നെ റിയാസൊക്കെ ഉണ്ടായത്. അപ്പം ഞാനും അവരെ കൂടെ ഈ ഒരു പാചകം ചെയ്യുമ്പോൾ ഞാനും പോയിനി. കുറച്ച് നാളുകളൊക്കെ ഞാൻ പോയിട്ടുണ്ട്. റിയാസിനെ അറിയും. എന്തായാലും റിയാസിന് ഇനിയിപ്പം പ്രവാസ ജീവിതത്തിലേക്ക് ഇനി പോകുന്നില്ല, നാട്ടിൽ തന്നെ. അപ്പം നേരത്തെ ഇതുപോലെ ഫുഡ് ഉണ്ടാക്കിയിട്ട് തീർച്ചയായിട്ടും. അപ്പോൾ റിയാസിനെ എല്ലാവരും വിളിക്കണം അല്ലേ? ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ റിയാസ് ഇങ്ങനെ പാചകം ചെയ്ത്, അപ്പം എന്തായാലും റിയാസിന് എന്തായാലും എല്ലാവരും അല്ലേ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും
അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ആമീൻ യാ റബ്ബൽ ആലമീൻ. കരീം മൈത്രി.